നമസ്കാരം. ലിറ്റിൽ കൈറ്റ്സിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് ബാബേജ് ആണ്. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 2 ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മനുഷ്യ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത ആരാണ്? ശകുന്തള ദേവിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, GPS എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? GPS എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GPS എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, ആകാശ നിരീക്ഷണത്തിനും വാനശാസ്ത്ര പഠനത്തിനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ആകാശ നിരീക്ഷണത്തിനും വാനശാസ്ത്ര പഠനത്തിനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ സ്റ്റെല്ലേറിയം. ആൻസർ എന്താണ്? സ്റ്റെല്ലേറിയം. അടുത്തത്, ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കാനും പഠിക്കാനും സഹായിക്കുന്ന ഗണിതശാസ്ത്ര സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ എന്താണ്? ജിയോജിബ്ര. എന്തൊക്കെയാണ്? ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കാനും പഠിക്കാനും സഹായിക്കുന്ന ഗണിതശാസ്ത്ര സോഫ്റ്റ്വെയർ ആണ് ജിയോജിബ്ര. അടുത്ത ക്വസ്റ്റ്യൻ, ലിബ്രെ ഓഫീസ് എന്നതിലെ ലിബ്രെ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. അടുത്തത്, ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യയുടെ ISRO വികസിപ്പിച്ചെടുത്ത ഭൗമ മാപ്പിംഗ് സംവിധാനം ഏതാണ്? ആൻസർ ഭുവൻ. ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യയുടെ ISRO വികസിപ്പിച്ചെടുത്ത ഭൗമ മാപ്പിംഗ് സംവിധാനമാണ് ഭുവൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ വിൻഡൻ ജി സർഫ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആരാണ്? വിൻഡൻ ജി സർഫ്. അടുത്ത ക്വസ്റ്റ്യൻ, കൈറ്റിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ ചാനലിൻ്റെ പേരെന്താണ്? കൈറ്റിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ ചാനലിൻ്റെ പേരാണ് വിക്ടേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിബ്രെ ഓഫീസ് റൈറ്ററിൽ കഴ്സറിന് മുമ്പിലുള്ള അക്ഷരം മായ്ക്കാൻ ഉപയോഗിക്കുന്ന കീ ഏതാണ്? ലിബ്രെ ഓഫീസ് റൈറ്ററിൽ കഴ്സറിന് മുമ്പിലുള്ള അക്ഷരം മായ്ക്കാൻ ഉപയോഗിക്കുന്ന കീ ഏതാണ്? ബാക്ക് സ്പേസ് കീ ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലിബ്രെ ഓഫീസ് റൈറ്ററിൽ കഴ്സറിന് ശേഷമുള്ള അക്ഷരം മായ്ക്കാൻ ഉപയോഗിക്കുന്ന കീ ഏതാണ്? ഒന്നുകൂടി, കഴ്സറിന് ശേഷമുള്ള അക്ഷരം മായ്ക്കാൻ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ ഉപയോഗിക്കുന്ന കീ ഏതാണ്? ആൻസർ ഡിലീറ്റ് കീ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ മെമ്മറി യൂണിറ്റുകളുടെ ശരിയായ ആരോഹണ ക്രമം ഏതാണ്? കമ്പ്യൂട്ടർ മെമ്മറി യൂണിറ്റുകളുടെ ശരിയായ ആരോഹണ ക്രമം ഏതാണ്? KB, MB, GB, TB. കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്. അടുത്തത്, SMS എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഷോർട്ട് മെസ്സേജ് സർവീസ് എന്നുള്ളതാണ് SMS. എന്താണ്? ഷോർട്ട് മെസ്സേജ് സർവീസ്. സ്ക്രാച്ചിൽ ഒരു പ്രോഗ്രാം തുടങ്ങാൻ ഏത് ചിഹ്നത്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ആൻസർ പച്ച പതാക അല്ലെങ്കിൽ ഗ്രീൻ ഫ്ലാഗ്. സ്ക്രാച്ചിൽ ഒരു പ്രോഗ്രാം തുടങ്ങാൻ ഗ്രീൻ ഫ്ലാഗിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അടുത്തത്, ലിബ്രെ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കുന്ന ഫയലുകളുടെ എക്സ്റ്റൻഷൻ എന്താണ്? ലിബ്രെ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കുന്ന ഫയലുകളുടെ എക്സ്റ്റൻഷൻ .odp. അടുത്തത്, CDAC വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ബോസ് ആണ്. CDAC വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇത് ബോസ് എന്നുള്ളത്. അടുത്തത്, LCD എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? LCD എന്നതിൻ്റെ പൂർണ്ണരൂപം ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നുള്ളതാണ്. അടുത്തത്, സ്പ്രൈറ്റിനെ മുന്നോട്ട് ചലിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ സ്ക്രാച്ചിലെ ഏത് ടാബിലാണ് കാണുന്നത്? ആൻസർ മോഷൻ. സ്പ്രൈറ്റിനെ മുന്നോട്ട് ചലിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ സ്ക്രാച്ചിലെ ഏത് ടാബിലാണ് കാണുന്നത്? മോഷൻ. അടുത്തത്, ചിത്രരചനയ്ക്കായി ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാണ്? ചിത്രരചനയ്ക്കായി ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് കളർ പെയിൻറ് എന്നുള്ളത്. അടുത്തത്, താഴെ നൽകിയിരിക്കുന്നവയിൽ ഒരു ഇൻപുട്ട് ഉപകരണം ഏതാണ്? ഓപ്ഷൻസ്: പ്രിൻ്റർ, മോണിറ്റർ, ഡിജിറ്റൽ ക്യാമറ, സ്പീക്കർ. ഇതിൽ ഇൻപുട്ട് ഡിവൈസായിട്ട് വരുന്നത് ഡിജിറ്റൽ ക്യാമറയാണ്. അടുത്തത്, ലിബ്രെ ഓഫീസ് ഇംപ്രസിൽ സ്ലൈഡ് ഷോ തുടങ്ങാനുള്ള ഷോർട്ട് കീ ഏതാണ്? ലിബ്രെ ഓഫീസ് ഇംപ്രസിൽ സ്ലൈഡ് ഷോ തുടങ്ങാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? ആൻസർ F5 ആണ്. അടുത്തത്, ഭിന്നസംഖ്യാ പഠനത്തിനായി സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഫ്രാക്ഷൻ ലാബ്.
ഭിന്നസംഖ്യാ പഠനത്തിനായി സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഫ്രാക്ഷൻ ലാബ്. അടുത്തത് സ്ക്രാച്ച് പ്രോഗ്രാമിങ്ങിലെ കഥാപാത്രങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? സ്പ്രൈറ്റ്. സ്ക്രാച്ച് പ്രോഗ്രാമിങ്ങിലെ കഥാപാത്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സ്പ്രൈറ്റ് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൽ ശബ്ദത്തെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ മൈക്രോഫോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ലിബറെ ഓഫീസ് ഡ്രോയിൽ തയ്യാറാക്കുന്ന ഫയലുകളുടെ എക്സ്റ്റൻഷൻ എന്താണ്? .odg. ഒന്നുകൂടി, ലിബറെ ഓഫീസ് ഡ്രോയിൽ തയ്യാറാക്കുന്ന ഫയലുകളുടെ എക്സ്റ്റൻഷനാണ് .odg എന്നുള്ളത്. അടുത്തത്, ചാൾസ് ബാബേജ് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ കമ്പ്യൂട്ടർ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അനലിറ്റിക്കൽ എൻജിൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്തത്, ചുറ്റളവും പരപ്പളവും പഠിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഏരിയ ബിൽഡർ. ചുറ്റളവും പരപ്പളവും പഠിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഏരിയ ബിൽഡർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഒരു സെർച്ച് എൻജിൻ അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഒരു സെർച്ച് എൻജിൻ അല്ലാത്തത്. ഓപ്ഷൻസ് ഗൂഗിൾ, യാഹൂ, ആമസോൺ, ബിങ്. അറിയാമല്ലോ, ആമസോൺ ആണ്. ആമസോൺ ഒരു സെർച്ച് എൻജിൻ അല്ല, കൊമേഴ്സ് സൈറ്റാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ റാസ്ബെറി പൈ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എന്താണത്? അതൊരു കമ്പ്യൂട്ടറാണ്. റാസ്ബെറി പൈ എന്നുള്ളത് ഒരു കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നിങ്ങളുടെ എക്സാമിന് വളരെയധികം സഹായകരമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ലെയും എല്ലാം ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണാനായിട്ട് ശ്രദ്ധിക്കുക. തുടർന്നും നമ്മൾ സോഷ്യലും മറ്റ് വീഡിയോസും ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെ കമൻറ്റും പ്രതീക്ഷിക്കുന്നു. താങ്ക്